A24 വാർഫെയർ എന്നുള്ള സിനിമ ഐമാക്സ് കൊച്ചി വിത്ത് ലേസറിൽ കണ്ട എൻ്റെ എക്സ്പീരിയൻസ് ആണ് ഇന്നത്തെ വീഡിയോ. വാർഫെയർ ഡയറക്റ്റഡ് ബൈ റേ മെൻഡോസ ആൻഡ് അലക്സ് ഗാർലാൻഡ്, ദ ഡയറക്ടർ ഓഫ് എക്സ് മാക്കിന, അനൈലേഷൻ, സിവിൽ വാർ ആൻഡ് നൗ വാർഫെയർ. ഇതിൻ്റെ ഇടയിൽ ഒരു സിനിമ കൂടി ഡയറക്റ്റ് ചെയ്തിരുന്ന മെൻ എന്ന് പറഞ്ഞിട്ട് അത് ഞാൻ കണ്ടിട്ടില്ല. എൻ്റെ മോനെ, ആൻഡ് ഐമാക്സ് A24 സംഭവം അറിയാല്ല, A24 ആണ്. കിണ്ണം കാച്ചി ക്വാളിറ്റി ആയിരിക്കും പടത്തിന്. വന്നിരിക്കുന്ന DCP അറ്റ് ഐമാക്സ് വേറെ റേഞ്ച്. PXL ഈ സിനിമ ഇട്ടിട്ട് പോയില്ല. ഇതൊരു ഫ്ലാറ്റ് റേഷ്യോ മൂവിയാണ്. മുകളിലടിയിലും ചെറിയ ബ്ലാക്ക് ബാർ ഉണ്ട്, അതങ്ങനെ പെട്ടെന്ന് നോട്ടീസ് ചെയ്യാൻ പോലും പറ്റില്ല. മുകളിൽ കുറച്ച് ബ്ലാക്ക് ബാറും അടിയിൽ കുറച്ച് കൂടുതലും, പക്ഷേ അത് നോട്ടീസ് ചെയ്യാനേ പറ്റില്ല. സിനിപോളിസ് ഐമാക്സ് വിത്ത് ലേസറിൽ അത്ര നല്ല എക്സ്പീരിയൻസ് അല്ല എന്ന് ഇതുവരെ ആരെങ്കിലും തോന്നിയേക്കണവരുണ്ടെങ്കിൽ നിങ്ങൾ 3 സിനിമ കണ്ടിട്ടില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. ഒന്ന് ഇൻ്റർസ്റ്റെല്ലാർ, രണ്ടാമത്തത് ഡ്യൂൺ പാർട്ട് 2, മൂന്നാമത് ഇപ്പോൾ ഞാൻ പറയുന്നു അലക്സ് ഗാർലാൻഡും അദ്ദേഹത്തിൻ്റെ ഈ ഗംഭീര വേറെ ലെവൽ ഐമാക്സ് എക്സ്പീരിയൻസ് എന്ന വാർഫെയർ. എൻ്റെ മോനെ വിഷയം. ഈ സിനിമയിൽ ഒരു ഫൈറ്റർ ജെറ്റ് 2-3 തവണ ഈ സിനിമയിൽ വരുന്നൊരു സീനുണ്ട്. അത് മാത്രം കണ്ടാൽ മതി ഐമാക്സിൽ, നിങ്ങൾക്ക് മനസ്സിലാവും വാട്ട് ഈസ് ദ പവർ ഓഫ് ഐമാക്സ് എന്നുള്ളത്. വേറെ റേഞ്ച് പടം. ഇതൊരു സ്ലോ ബേണറാണ്. മസാല പടം പ്രതീക്ഷിച്ച് പോണവന് ആ 7 പോയിട്ട് കാര്യമില്ല. പക്ഷേ ഇഫ് യു ലവ് ഗ്രേറ്റ് സിനിമ, എ സിനിമ വിത്ത് ഗ്രേറ്റ് ടെക്നിക്കൽ സൈഡ്, മാരക അറ്റൻഷൻ ടു ഡീറ്റെയിൽസ്, കോസ്റ്റ്യൂം, ഒരു ചെറിയ ഒരു സംഭവം വേറെ ലെവലിൽ റോ ആയിട്ട് കാണിക്കുന്നത് കാണണമെന്നുണ്ടെങ്കിൽ യു ഷുഡ് നെവർ മിസ് ദിസ് മൂവി എന്ന് ഞാൻ പറയും. അമ്മാതിരി കിടിലം പടം. കിടിലം എന്ന് പറഞ്ഞാൽ കിടിലം. സൗണ്ട് ഡിസൈൻ ഓഫ് ദിസ് മൂവി ഈസ് ഓൺ ആൻ അനദർ ലെവൽ. ഈ സിനിമ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി അവിടെ എന്തെങ്കിലും രീതിയിൽ സിനിപോളിസിൽ ഏതെങ്കിലും ഒരു സിനിമ നിങ്ങൾക്ക് സൗണ്ട് എക്സ്പീരിയൻസ് കാര്യമായിട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം വന്ന DCP പോരാ എന്നുള്ളതാണെന്ന് അടിവരയിടുന്ന രീതിയിലുള്ള ഒരു എക്സാമ്പിളാണ് ഈ സിനിമ. പിന്നെ ഈ സിനിമയുടെ ഡീറ്റെയിലിങ്ങിൻ്റെ ലെവൽ പറയുകയാണെങ്കിൽ ഇതിനകത്ത് ഓരോ ഗൺസ് കാണിക്കുമ്പോൾ അതിൻ്റെ ആ ഒരു ഷാർപ്നെസ്, ആ ഗണ്ണിൽ യൂസ് ചെയ്തിരിക്കുന്ന സ്നൈപ്പറിലൊക്കെ യൂസ് ചെയ്തിരിക്കുന്ന ലെൻസിൻ്റെ റിഫ്ലക്ഷൻ, പിന്നെ ഓരോരുത്തരും വേർക്കുമ്പോൾ അവരുടെ സ്കിന്നിൽ കൂടെ വേർപ്പൊഴുകുന്നതും ആ സ്കിന്ന് നനഞ്ഞിരിക്കുന്നതും അതിലേക്ക് മണ്ണൊട്ടിപ്പിടിച്ച് കിടക്കുന്നതും ഒക്കെ ഉൻ്റെ മോനെ വിഷയമായിരുന്നു. പിന്നെ ഇതിനകത്ത് ഹൈ വയലൻസ് ഉണ്ട്, നല്ല പ്രോസ്തെറ്റിക് മേക്കപ്പൊക്കെ യൂസ് ചെയ്തിട്ടുള്ള കുറേ ഗോറി വയലൻ്റ് സീൻസ് ഉണ്ട്. ദാറ്റ് ഡെപ്പിക്സ് എ വാർ. ഒരു യുദ്ധത്തിൻ്റെ ഇടയിൽ നടക്കുന്ന ഇഞ്ചുറീസിൻ്റെ ലെവൽ പച്ചക്ക് കാണിക്കുന്ന സീൻസ് ഉണ്ട്. അതിൽ ഒരു പർട്ടിക്കുലർ സീനിൽ ഒരു ബ്ലർ സീൻ കാണിച്ചു. എനിക്ക് തോന്നുന്നു ജെനിറ്റിൽ പാർട്ട് എന്തോ കാണിച്ചപ്പോൾ ബ്ലർ ചെയ്താന്ന് തോന്നുന്നു. അല്ലാതെയുള്ള ബാക്കിയെല്ലാം പച്ചക്ക് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഒരു ആളുടെ ജെനിറ്റൽ പാർട്ട് വരുന്ന ഒരു പോർഷനാണെന്നുകൊണ്ട് ബ്ലർ ചെയ്ത്. എനിവേസ് വേറെ റേഞ്ച് പ്രോസ്തെറ്റിക് മേക്കപ്പ് കൂടി ഈ സിനിമയിലുണ്ട്. പിന്നെ ഒരു കാര്യം എടുത്തു പറഞ്ഞേ പറ്റുള്ളൂ, നമ്മളിവിടെ നാട്ടിൽ ഒരുപാട് ലൈറ്റിങ്ങും RGBയും അതും ഇതൊക്കെ വെച്ചിട്ടാണ് ഒരു മൂഡ് ക്രിയേറ്റ് ചെയ്യുന്നത് കുറേ സിനിമകളൊക്കെ വരുമ്പോഴേക്കും. ഇതിനകത്ത് വെറും ഒരു കർട്ടൻ വെച്ച്, കുറച്ച് സെറ്റ് ഓഫ് കർട്ടൻസ് വെച്ചിട്ട് റോ ലൈറ്റിൽ നിന്നും ആ കർട്ടനിലൂടെ ആ ഒരു കളറ് റൂമിലേക്ക് വീഴുന്നതും അതിൻ്റെ മതിലൊക്കെ യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് കുറച്ച് സീൻസ് ഉണ്ട്. അതുപോലെ തന്നെ ബ്ലഡ് ഒക്കെ യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് ഈ ഒരു സിനിമയിൽ പലയിടങ്ങളിലും ഒരു കളർ ടോൺ പിടിച്ചിട്ടുണ്ട്. വീടിനൊരു കളർ ടോൺ, പുറമേ ഉള്ള ഒരു കളർ ടോൺ, ഓരോ മൂഡ് അനുസരിച്ച് നാച്ചുറൽ ലൈറ്റ് കൊണ്ടുള്ള ഓരോ വ്യത്യാസങ്ങൾ, അതൊക്കെ വേറെ ലെവലിൽ എടുത്തു വെച്ചിട്ടുണ്ട്. കിണ്ണം കാച്ചി പടം. അതേപോലെ തന്നെയാണ് ഇൻ്റർസ്റ്റെല്ലാർ അല്ലെങ്കിൽ ഡ്യൂൺ പാർട്ട് 2 എന്നുള്ള സിനിമ നിങ്ങൾ ഐമാക്സിൽ കൊച്ചി ഐമാക്സ് വിത്ത് ലേസറിൽ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം ഇറ്റ് ഈസ് നോട്ട് ദ പ്രോബ്ലം ഓഫ് ദ തിയേറ്റർ ദാറ്റ് ദ അതർ മൂവീസ് ആർ നോട്ട് ഗെറ്റിംഗ് ദ സെയിം എക്സ്പീരിയൻസ്. കാരണം അത് കണ്ടവർക്ക് അറിയാതെ, അതാണ് അതിൻ്റെ ഉത്തരം. ആരെങ്കിലും ഒരാൾ പറയാണ് സിനിപോളിസ് ഐമാക്സ് വിത്ത് ലേസർ പോരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിൾ ആൻസർ എനിക്കുള്ളത്, നിങ്ങൾ അവിടെ ഇൻ്റർസ്റ്റെല്ലാറും ഡ്യൂൺ പാർട്ട് 2 കണ്ടിട്ടില്ല എന്നായിരുന്നു ഇത്രയും നാളും എൻ്റെ ആൻസർ. ഇപ്പം എനിക്ക് പറയാൻ തോന്നുന്നത് അത് മാത്രമല്ല, ആ 2 സിനിമകൾ കൂടാതെ വാർഫെയർ നിങ്ങളവിടെ കണ്ടിട്ടില്ല എന്നാണ്. ഒന്നൊന്നര എക്സ്പീരിയൻസ്.
22-24 പേര് ഇന്ന് സിനിമ കാണാനുണ്ടായിരുന്നു, ഞാൻ ഉൾപ്പെടെ. അത് വലിയ കാര്യമാണ്. കാരണം അത്രത്തോളം ആൾക്കാർ ഫസ്റ്റ് ഷോയിൽ ഒരു തീരെ ഹൈപ്പില്ലാത്തൊരു മൂവിക്കൊന്നും അങ്ങനെ വരാറില്ല, വന്ന് കണ്ടിട്ടില്ല. പക്ഷേ അലക്സ് ഗാർലാൻഡ് എന്നുള്ള സംവിധായകൻ്റെ ഇതിന് മുന്നേ ഉള്ള സിനിമകളും A24 ട്രസ്റ്റാന്ന് തോന്നുന്നുണ്ട്. ഒരു രക്ഷയില്ലാത്ത ഒരു എക്സ്പീരിയൻസ് തന്ന ഒരു കിണ്ണം കാച്ചി പടം ഞങ്ങൾ 22-24 പേര് കണ്ട്. വേറെ റേഞ്ചഡേ അന്യായ എക്സ്പീരിയൻസ്, അൾട്ടിമേറ്റ് തിയേറ്റർ എക്സ്പീരിയൻസ് എന്നൊക്കെ ഞാൻ വിളിക്കും. ഇതിലൊരു സീനുണ്ട്, പടം ഇങ്ങനെ സ്ലോ ബേണിങ്ങിൽ പോയിട്ട് പെട്ടെന്നൊരു സാധനം വരും. എൻ്റെ അമ്മോനെ വിഷയം. എൻ്റെ സൈഡിൽ ഇരുന്ന് വെച്ചാൽ നമ്മുടെ സബ്സ്ക്രൈബർ ആയിട്ടുള്ളൊരു മച്ചാൻ ഞെട്ടിപ്പോയി. എൻ്റെ അടുത്ത് ഞാൻ ഇരുന്നിട്ട് മച്ചാൻ ഇങ്ങനെയാണ് ഞെട്ടിയത്. ആൾ ചിലപ്പോൾ വീഡിയോ കാണുന്നതിനെ കമൻറ്റ് ചെയ്യുമായിരിക്കും. എൻ്റെ മോനെ വിഷയം പടോടെ, വിഷയം സിനിമ. എനിക്ക് ഈ സിനിമയുടെ ടിക്കറ്റ് സിനിപോളിസ് 25 എന്നുള്ള ആ ഒരു കോഡും കൂടി അടിച്ച്, അതുകൂടാതെ എനിക്ക് കുറച്ച് 44 പോയിൻറ്റ്സ് എന്തോ ഉണ്ടായിരുന്നു നേരത്തെ സിനിമയാണ്. അതൊക്കെ കൂടി ഇട്ട് എനിക്ക് 200 രൂപ 250 രൂപ എന്തോ ആണ് ടിക്കറ്റ് കിട്ടിയത്. ഇറ്റ് വാസ് ടോട്ടലി വർത്ത് ദ പ്രൈസ്. ഇന്നത്തെ ടിക്കറ്റ് പ്രൈസ് 340 ആയിരുന്നു. 340 എടുത്താൽ പോലും ഞാൻ പറയും ഗംഭീര സിനിമാറ്റിക് ഒരു ഐമാക്സ് എക്സ്പീരിയൻസ്. എല്ലാം കൊണ്ടും ഞാൻ പൂർണ്ണ സംതൃപ്തനാണ്. വേറെ റേഞ്ച് പടം, ഒരു സ്ലോ ബേണർ ആയിട്ട് കൂടിയല്ല, സിനിമ പോയത് അറിഞ്ഞില്ല. 1 മണിക്കൂർ 38 മിനിറ്റ് എന്തോണം സിനിമയുള്ളത്. എൻ്റെ മോനെ, ഐ വാസ് ഇൻസൈഡ് ദാറ്റ് ഹൗസ്. ഒരു വീടും അതിന് ചുറ്റിപ്പറ്റിയുള്ള ടെററിസ്റ്റ് അറ്റാക്കും അവിടെ നിന്ന് എങ്ങനെയാണ് പെട്ടുപോയ കുറച്ച് അമേരിക്കൻ സോൾജേഴ്സ് രക്ഷപ്പെടണമെന്നുള്ളതാണ് കാണിക്കുന്നത്. എൻ്റെ മോനെ, അത് വെറുതെ റേഞ്ചായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. A24 സ്റ്റിൽ കണ്ടിന്യൂസ് ഇറ്റ്സ് ക്വാളിറ്റി ഫിലിംസ്. A24 പറ്റി സെപ്പറേറ്റ് ഒരു വീഡിയോ തന്നെ ചെയ്യേണ്ടി വരും. അമ്മാതിരി ക്വാളിറ്റി ഹോളിവുഡ് മൂവീസ് ഇറക്കുന്ന ഒരു പ്രൊഡക്ഷൻ ഹൗസാണ്. ദേ സ്റ്റിൽ ഹാവ് ഇറ്റ്. ഓരോ സിനിമ, ഈ കാണുന്ന വാൾപേപ്പർ അവർക്കുള്ള ഹൊമാജാണ്. ഹെർഡിറ്ററി ഉണ്ട്, ദ ലൈറ്റ് ഹൗസ് ഉണ്ട്, മൂൺ ലൈറ്റ് ഉണ്ട്, എക്സ് മാക്കിന ഉണ്ട്, അങ്ങനെ മിഡ്സോമാർ, സകല പടങ്ങളും, എനിമി, അങ്ങനെ ഒരുപാട് എന്ന് പറഞ്ഞാൽ ഒരുപാട് സിനിമകൾ, ക്വാളിറ്റി സിനിമകൾ. അതിൽ ഞാൻ ഏറ്റവും ഹൈലി റെക്കമെൻഡ് ചെയ്യുന്ന ഒരു സിനിമ ഏതാണെന്ന് വെച്ചാൽ അത് ഡെഫിനറ്റ്ലി ടോക്ക് ടു മീ ആയിരിക്കും. യൂട്യൂബേഴ്സായിട്ടുള്ള, ഓസ്ട്രേലിയൻ യൂട്യൂബേഴ്സായിട്ടുള്ള കുറേ കൂട്ടുകാർ ചേർന്ന് A24 പവർ ചെയ്ത് ഇറക്കിയ ഒരു സിനിമ. ഞാൻ അത് തിയേറ്ററിൽ കണ്ടാണ്. അന്യായ ഒരു സിനിമയായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. കുറേ നാൾക്ക് ശേഷം ഒരു വൃത്തിക്കും മെനക്കുള്ള ഒരു കിഡിലും ഹൊറർ ഫിലിം കണ്ട ഒരു ഫീലിംഗ് എനിക്ക് ആ സിനിമ കണ്ടപ്പോൾ കിട്ടിയത്. ഹെർഡിറ്ററി വൺ ഓഫ് മൈ ഫേവറേറ്റ്സ്. പറയുമ്പോൾ ഒരുപാടുണ്ട് ഇതിനകത്ത്. ദ ലിസ്റ്റ് ഗോസ് ഓൺ ആൻഡ് ഓൺ. വേറെ ലെവൽ സിനിമകളാണ് പൊതുവേ ഇവരുടെ പ്രൊഡക്ഷൻ ഹൗസിൽ നിന്ന് വരുന്നത്. ഒരു സെപ്പറേറ്റ് വീഡിയോ തന്നെ നമ്മുടെ റീലോഡ് മീഡിയ ചാനലിൽ എബിൻ A24 സിനിമകളെ പറ്റി ഒരു ഡെഡിക്കേറ്റഡ് വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് കണ്ടു നോക്കാൻ മറക്കണ്ട. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും വാട്ട് A24 ഇസ് ആൻഡ് വാട്ട് ദർ ക്വാളിറ്റി ഇസ്. ഇത് ഞാൻ A24 കണ്ടിട്ടുള്ള ബെസ്റ്റ് തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് ആയിരുന്നു. ആൻഡ് ദാറ്റ് ടു ഇൻ ആൻ ഐമാക്സ്. ആൻഡ് ഇതൊരു ബെഞ്ച് മാർക്കാണ് എൻ്റെ അഭിപ്രായത്തിൽ. A24 സിനിമകളുടെ ഐമാക്സ് ലൈനപ്പിലുള്ള ഒരു ബെഞ്ച് മാർക്ക് പടം. സിവിൽ വാർ എന്നുള്ള ഇതേ ഡയറക്ടറിൻ്റെ ഇതിന് മുന്നേയുള്ള സിനിമ ഞാൻ PXL ഫുൾ സ്ക്രീനായിട്ട് കണ്ടതാണ്. അന്ന് സിവിൽ വാർ ഐമാക്സിൽ കണ്ടവർ പറഞ്ഞു വേറെ റേഞ്ച് ആയിരുന്നു എന്ന് പറഞ്ഞിരുന്നു. നൗ ഐ നോ വൈ. കാരണം ഈ വാർഫെയർ എന്നുള്ള സിനിമയിൽ ഓരോ ഗൺ ഷോട്ട്സും ആ ഡിസ്റ്റിങ്ക്റ്റ് സൗണ്ട്സൊക്കെ അന്യ പവർഫുള്ളായിരുന്നു. ഫുൾ സറൗണ്ട് കിടന്ന് കളിച്ച് എൻ്റെ മോനെ വിഷയം. എനിക്ക് ഐ കെ നോട്ട് എക്സ്പ്ലെയിൻ ഇറ്റ്. ഐ പുട്ട് എ സാമ്പിൾ ഇൻ ദ ഡ്രൈവ് ആൻഡ് ഐ പോസ്റ്റ് ലിങ്ക്. അതൊന്ന് കണ്ടു നോക്കിയാൽ മതി. അതൊന്ന് കേട്ട് നോക്കിയാൽ മതി. എൻ്റെ മോനെ വിഷയം പടം, സംഭവം. ആൻഡ് A24 ഐമാക്സ് സംഭവം. ഇഫ് യു ആർ എ ഫാൻ ഓഫ് ഐമാക്സ്, ഇഫ് യു ആർ എ ഫാൻ ഓഫ് ഗ്രേറ്റ് സിനിമ, നെവർ മിസ് ദിസ് മൂവി. അതാണ് എനിക്ക് പറയാനുള്ളത്. അത്ര എനിക്ക് ഇഷ്ടപ്പെട്ട്. ഇറ്റ് വിൽ ഗോ ഡൗൺ ഇൻ ഹിസ്റ്ററി ആസ് വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് വാർ ഐമാക്സ് മൂവീസ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. പക്ഷേ ഇൻ എ റിയലിസ്റ്റിക് വേ, ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു മൂവിയാണ് ഇത്. ഹാക്സോ റിഡ്ജ് പോലെയോ അല്ലെങ്കിൽ സേവിങ് പ്രൈവറ്റ് റയാൻ പോലെയോ, അതാണ് എൻ്റെ പീക്ക് വാർ മൂവി കേട്ടോ. അതിൻ്റെ അപ്പുറം എനിക്ക് വേറെ ഒന്നുമില്ല. അതും അല്ലെങ്കിൽ നമ്മുടെ 1917 അതും അല്ലെങ്കിൽ 1917 ഐമാക്സ് പടമായിരുന്നു. പക്ഷേ എനിക്ക് ഐമാക്സിൽ കാണാൻ പറ്റിയില്ല. അതുകൊണ്ട് അതിൻ്റെ ഐമാക്സ് എക്സ്പീരിയൻസ് എങ്ങനെയാണെന്ന് എനിക്ക് അറിയാൻ പാടില്ല. അത് ഫുൾ സ്ക്രീൻ പടമാണ് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം.
അപ്പോൾ അതേപോലെ നമ്മുടെ മൈക്കിൾ ബേ സംവിധാനം ചെയ്തിട്ടുള്ള ബ്ലാക്ക് ഹോക്ക് ഡൗൺ, ഇതൊക്കെ കിണ്ണം കാച്ചി പടങ്ങളാണ്. ഹേർട്ട് ലോക്കർ, ഇതൊക്കെ വേറെ റേഞ്ച് വൈബ് സിനിമകളാണ്. ഹേർട്ട് ലോക്കർ സംവിധാനം ചെയ്തിട്ടുള്ളത് പഴയ ജെയിംസ് ക്യാമറോണിൻ്റെ എക്സ് വൈഫായിരുന്നു. കിണ്ണം കാച്ചി പടമായിട്ട് എനിക്ക് ഫീൽ ചെയ്തൊരു സിനിമയാണ്. നമ്മുടെ ഹോക്ക് ഐ ആണ് അതിനകത്ത് നടനായിട്ട് അഭിനയിച്ചിരിക്കുന്നത്. ഹോക്കൈ ആയിട്ട് അഭിനയിക്കുന്ന നടനാണ് ആ സിനിമയിലെ മെയിൻ റോൾ ചെയ്തിരിക്കുന്നത്, ജെറമി റെനർ. അപ്പോൾ കിട്ടിലും പടമായിട്ട് എനിക്ക് തോന്നിയ കുറച്ച് സിനിമകളാണ്. അതിൻ്റെ ആ ഒരു അന്യായ ലിസ്റ്റിലേക്ക് ഞാൻ ഈ സിനിമയെ എടുത്ത് വെക്കുകയാണ്. അല്ലെങ്കിൽ എൻ്റെ ആ ലിസ്റ്റിലേക്ക് ഈ സിനിമ കയറിക്കഴിഞ്ഞു, അതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ നെവർ മിസ് ദിസ് ഓൺ ആൻ ഐമാക്സ്. ഞാൻ ഹൈലി ഈ സിനിമ റെക്കമെൻഡ് ചെയ്യുന്നു. ഇഫ് യു ആർ എ ഫാൻ ഓഫ് റോ കിടിലൻ തിയേറ്റർ എക്സ്പീരിയൻസ്, ഇഫ് യു ഹാവ് ദ പേഷ്യൻസ്, ഇഫ് യു ലൈക്ക് സ്ലോ ബേണിംഗ് ഗ്രേറ്റ് റിയലിസ്റ്റിക് മൂവീസ്, ദിസ് ഇസ് ആൻ അൾട്ടിമേറ്റ് ഐമാക്സ് എക്സ്പീരിയൻസ്. നിങ്ങൾ മിസ് ചെയ്യരുതെന്ന് ഞാൻ പറയും. ഈ സിനിമ പോയ ഐമാക്സിൽ കണ്ടും കേട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഹൗ ഗ്രേറ്റ് and why I say IMAX with Laser Kochi is the best screen in Kerala എന്ന് ഞാൻ പറയാനുള്ള കാരണം എന്താണ്, നിങ്ങൾക്ക് 3 പടങ്ങൾ കണ്ടാൽ മനസ്സിലാവും. ഇൻട്രസ്റ്റെല്ലാർ, ഡ്യൂൺ പാർട്ട് 2 ആൻഡ് ഇപ്പോൾ വോർഫെയർ. ഇത് ഐമാക്സ് കൊച്ചി വിത്ത് ലേസർ കണ്ടാൽ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും. എന്താണ് ഐമാക്സിനുള്ളതിൻ്റെ ആൻസർ? 3 ആൻസറുകളാണ് ഞാൻ ഈ പറഞ്ഞ സിനിമകൾ ഐമാക്സിൽ കാണുന്നത്. നിങ്ങൾക്ക് മടിയില്ല, ട്രാവൽ ചെയ്യാൻ താല്പര്യം ഉണ്ട്, കുഴപ്പമില്ല എന്നൊക്കെ ആണെങ്കിൽ ബ്രോഡ്വേയിൽ പോയി കുറച്ചുകൂടി വലിയ സ്ക്രീനിൽ നിങ്ങൾക്ക് ഈ സിനിമ എക്സ്പീരിയൻസ് ചെയ്യാം അറ്റ് 12 ചാനൽ. ഗംഭീരമായ ഒരു സിനിമ, വേറെ ലെവൽ പടം. അതാണ് എനിക്ക് വോർഫെയർ അറ്റ് ഐമാക്സ് എക്സ്പീരിയൻസ്. ഇത്രയും പറഞ്ഞാൽ മതി. ജസ്റ്റ് ഗോ വാച്ച് ദ മൂവി. ഗ്രേറ്റ് അമേസിങ് എക്സ്പീരിയൻസസ് അറ്റ് ഐമാക്സ്. ഞാനിത് എൻ്റെ ലിസ്റ്റിൽ ലൈഫ് ടൈം എക്സ്പീരിയൻസ് എന്നാണ് കോട്ട് ചെയ്യുന്നത്. അത്രക്കിടുമായിരുന്നു.